ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ അല്ലെങ്കിൽ ലഞ്ചിനോ ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു പലഹാരം തന്നെയാണിത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. 2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്ക്ക് പകരം ബട്ടറോ ഓയിലോ ഒക്കെ ചേർക്കാവുന്നതാണ്. നെയ്യാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. കാരണം മാവ് കുഴയ്ക്കുന്നതിന് മുന്നേ നെയ്യും ഉപ്പും ഒക്കെ എല്ലാം മാവിൽ നന്നായിട്ട് തന്നെ അതൊന്ന് മിക്സായി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇനി വെള്ളം, ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് ഒഴിച്ച് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിക്കുക, ഒരുമിച്ച് വെള്ളം ഒഴിക്കരുത്. കുറേശ്ശെയായിട്ട് ഒഴിച്ച് നമുക്കതൊന്ന് കുഴച്ചെടുക്കാം. ഇനി അഥവാ വെള്ളം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് മാവ് കൂടി ഇട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഇതുപോലെ കൈകൊണ്ട് നിന്ന് ഇതുപോലെ ഇടിച്ച് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് മാവ് കിട്ടും. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. അതുകൊണ്ട് ഈ രീതിയിലൊന്ന് മാവൊന്ന് റെഡിയാക്കി എടുത്താൽ മതിയാകും കേട്ടോ. നന്നായിട്ട് തന്നെ ഞാനിവിടെ ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് വേണമെങ്കിൽ കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചേക്കാം, അതൊന്ന് ഡ്രൈ ആവാതിരിക്കാനായിട്ട്. ഇനി മാവ് നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ട് ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ ഒരു 5 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, പുഴുങ്ങിയിട്ടുള്ളത്. അതൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. ഫോർക്ക് അല്ലെങ്കിൽ കിണ്ണമോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ അടിമാവോ വെച്ച് നന്നായിട്ടൊന്ന്, അല്ലെങ്കിൽ സ്പാഷർ വെച്ചിട്ടായിരുന്നാലും ഉടച്ചെടുത്താൽ മതിയാകും. കട്ടയൊന്നും ഇല്ലാതെ ഉടച്ചെടുക്കുക. അതിലേക്ക് ഞാനിവിടെ 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും 2 പച്ചമുളക് അരിഞ്ഞതും മല്ലിയില അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് ഞാൻ കുറച്ച് അംചൂർ പൗഡറാണ്, ഡ്രൈ മാംഗോ പൗഡർ. അതില്ലെങ്കിൽ നാരങ്ങാനീര് ചേർത്ത് കൊടുത്താലും മതി. ഇതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട്. അത് ഒരു നുള്ള് കായത്തിൻ്റെ പൊടി കൂടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂണിലും കുറവളവിൽ ജീരകം ചേർക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഇൻഗ്രീഡിയൻസ് ഒഴിവാക്കാവുന്നതാണ്. അംചൂർ പൗഡർ ഇല്ലെങ്കിൽ നാരങ്ങാനീര് ചേർക്കാം. അതുപോലെ ജീരകമൊക്കെ ചേർക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. കായത്തിൻ്റെ പൊടി ഒരു നുള്ളേ ചേർത്തിട്ടുള്ളൂ. അതിന് പ്രത്യേകിച്ച് വലുതായിട്ട് അതിൻ്റെ ഫ്ലേവറൊന്നും നിൽക്കുകയൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ കുരുമുളക് പൊടി ചേർക്കാം. ഇതിൽ മല്ലിപ്പൊടി മുളക് പൊടി ഒഴിവാക്കിയിട്ട് കുരുമുളക് മാത്രം ചേർക്കാം. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഒന്നും കൂടി ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അല്പം നെയ്യ് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയാകും. മാവ് കുറച്ചുകൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ കിട്ടും. രാവിലെയൊക്കെ ആണെങ്കിൽ വളരെ എളുപ്പമാണ്. ഉരുളക്കിഴങ്ങൊക്കെ രാത്രി ഒന്ന് പുഴുങ്ങി വയ്ക്കുകയോ മാവൊക്കെ രാത്രിയിൽ തന്നെ ഇതുപോലെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. അതുപോലെ സവാളയൊന്നും വഴറ്റാതെയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റിന് കുറവൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ മാവിൽ നിന്ന് ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തതിന് ശേഷം ഉരുട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടും. നമുക്കത് നല്ല ഉരുളായിട്ട് ഉരുട്ടിയെടുക്കാനും പറ്റും. അത് വെച്ച് പരത്തുമ്പോൾ നല്ല റൗണ്ട് ഷേപ്പ് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചിലർക്കൊന്നും ചപ്പാത്തിയൊക്കെ പരത്തുമ്പോൾ അത് നല്ല റൗണ്ട് ഷേപ്പിന് കിട്ടണമെന്നില്ല. ഞാനിവിടെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മാവൊന്ന് മുക്കിയെടുക്കാം. ഇനി ഞാനിവിടെ കൗണ്ടർ ടോപ്പിൽ തന്നെ വെച്ച് ഇതൊന്ന് പരത്തിയെടുക്കുകയാണ്. ചപ്പാത്തി പലകയിലാണെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള പീസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ചപ്പാത്തിക്കൊക്കെ എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ വലിപ്പത്തിലാണ് ബോൾ എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഫില്ലിങ്ങൊക്കെ പൊട്ടി പുറത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ മാവൊന്ന് എടുത്ത് മുക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് പരത്താം. അപ്പോൾ റൗണ്ട് ഷേപ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു പാത്രം വെച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. നമ്മൾ ഈ റൗണ്ട് ഷേപ്പിലല്ല, ഇതൊരു സ്ക്വയർ ഷേപ്പിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് മസാല വെച്ച് കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് മസാല അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കതൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര വലിപ്പത്തിലാണോ നിങ്ങൾ റൊട്ടി പരത്തുന്നത് അതനുസരിച്ച് വേണം ഇത് സെൻറ്ററിൽ വെച്ച് കൊടുക്കാൻ കേട്ടോ. ഒരുപാട് ആയിക്കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങിൻ്റെ മസാല കൂടുതലായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഓവറായിട്ട് അതങ്ങ് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിവിടെ ഒരു സ്പൂൺ വെച്ചിട്ട് ചെറിയൊരു ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട്, സ്ക്വയർ ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട്. സ്പൂൺ വെച്ചോ ഇതല്ലെങ്കിൽ ഇതുപോലെ കൈ വെച്ചിട്ടോ വിരൽ വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് ഷേപ്പ് ആക്കി എടുത്തിരുന്നാൽ മതിയാകും.
അതിനുശേഷം എങ്കിൽ നമുക്കതൊന്ന് മടക്കി എടുത്തിട്ട് പരത്താനായിട്ട് എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. സൈഡൊക്കെ വെള്ളം വെച്ചൊന്ന് നനച്ച് ഇതുപോലെ ഒന്ന് നനച്ച് കൊടുക്കുക. അത് നന്നായിട്ട് പ്രസ്സായി ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ ചുറ്റും നനച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒന്ന് പിടിച്ച് ഒന്ന് മടക്കി ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ 4 വശവും ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇനി സൈഡെല്ലാം ഒന്ന് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി ലെവലാക്കി എടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്യുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ റൗണ്ടിൽ പരത്തിയെടുത്താലും മതിയാകും കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. നന്നായിട്ട് തന്നെ മാവിലൊന്ന് മുക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് ഇനി പരത്തുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അധികം ബലം കൊടുക്കാതെ വേണം പരത്താനായിട്ട്. ഇതുപോലെ 2 വശവും തിരിച്ചും മറിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് ഒന്ന് ലെവലാക്കി ആ സ്ക്വയർ ഷേപ്പ് ആക്കി എടുത്താലും മതിയാകും കേട്ടോ. പരത്തുമ്പോൾ ചിലപ്പോൾ റൗണ്ട് ഷേപ്പിലായി പോകും, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരെണ്ണം ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. നിങ്ങൾ 2-3 എണ്ണം പരത്തിയതിന് ശേഷം ചുട്ടെടുക്കുന്നതാണ് എളുപ്പം കേട്ടോ. കാരണം നമ്മളിത് വേവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ഇടയ്ക്ക് ഈ പരിപാടി ചെയ്യുന്നത് ചിലപ്പോൾ പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര വേണോ അതനുസരിച്ച് പരത്തി എടുത്ത് റെഡിയാക്കി വെച്ചിട്ട് ചുട്ടെടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ഒന്നും കൂടി ഇതുപോലെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണെങ്കിൽ ടിഫിനിലൊക്കെ കൊടുത്തു വിടുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും കൊടുത്തു വിടേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല എളുപ്പത്തിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനും പറ്റും. ഉള്ളിയൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ ഞാനിവിടെ ഒരു തവ വെച്ചിട്ടുണ്ട്. തവ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓയിലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു വശം ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല കട്ടിയിലാണല്ലോ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ടൈം എടുക്കും ഇത് ഒരു വശം ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. അപ്പം മീഡിയം ഫ്ലെയിമിൽ വേവിച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ പുറം ഭാഗം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാനൊരു അല്പം നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നെയ്യ് താല്പര്യമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. ബട്ടർ ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം. ഓയിൽ വേണമെങ്കിൽ അതും ചേർക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. 2 വശത്ത് ഞാനിവിടെ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യോ ഓയിലോ ചേർക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ആ ടൈമിൽ നന്നായിട്ട് തന്നെ അത് പൊറോട്ട ഒന്ന് പൊങ്ങി വരും. പിന്നെ ഇത് പരത്തുന്ന സമയത്ത് നന്നായിട്ട് കിട്ടിയില്ല, അത് പൊട്ടിയൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അത് പൊങ്ങി വരാനുള്ള ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ തിരിച്ച് മറിച്ചിട്ട് നെയ്യ് ഒക്കെ തേച്ചതിന് ശേഷം തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മുരിയിച്ച് വേവിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഇതിവിടെ ഒരെണ്ണം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാ പേരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇതുപോലുള്ള ഒരുപാട് റെസിപ്പീസ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇത് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇനി ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഒട്ടും ഓയിലോ എണ്ണയോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്